സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയർഡ് റിവ്യൂസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദ ഗോട്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയുടെ ഏറ്റവും പുതിയ മൂവിയുടെ ചിത്രത്തിന് റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആവറേജ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എനിക്ക് ഈ ഒരു പടം ഞാൻ പറയാമല്ലോ, എനിക്ക് സത്യസന്ധമായിട്ട് പറയുകയാണ്, എനിക്ക് ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് വാരിസും ബീസ്റ്റും ഒക്കെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും കിണ പടമായിട്ടാണ് ഈ ഒരു പടം ഇറക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിജയനെ കാണാൻ വേണ്ടിയാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. എന്നാൽ സ്റ്റോറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വിജയനെ കാണാനാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു പടത്തിലേക്ക് വന്നதையும் വിജയുടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ഫേസ് കാര്യങ്ങളൊന്നും അല്ല. ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിജയനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ അരോചകമായിട്ടാണ് എനിക്ക് ഈ ഒരു മൂവി തോന്നിയത്. ഈ വേറൊന്നും പറയാനില്ല. ഇനി ഇതിനകത്ത് മെയിനായിട്ട് വെങ്കട്പ്രഭു ഹീറോ വെങ്കട്പ്രഭു എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. വെങ്കട്പ്രഭു നല്ല പണിയാണ് കൊടുത്തത്. ഒന്നാമത്തെ കാര്യം, സ്ക്രിപ്റ്റ് ഒന്നും കൊള്ളത്തില്ല, എടുത്തേക്കുന്ന രീതി കൊള്ളത്തില്ല, പടത്തിന്റെ ഒരു കളർ ഷെയ്ഡിങ് കൊള്ളത്തില്ല, പിന്നെ എന്നാ സോങ്സ് ഒന്നും കൊള്ളത്തില്ല. ആകെ ഒരു ചെറിയൊരു ബി ജി എം മാത്രം, ഒരു സെക്കൻഡും കണ്ട് മാത്രം കുഴപ്പമില്ല. ബാക്കിയൊന്നും ബി ജി എമ്മും ഇല്ല, ഒരു കോപ്പും ഇല്ല. പിന്നെ ആകെ എനിക്ക് പടത്തിനകത്ത് ഇഷ്ടപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, അതൊരു തൃഷയുടെ ഒരു എൻട്രി ഉണ്ട്. അത് നൈസ് ഒരു സംഭവമായിട്ടാണ്. തൃഷ നൈസ് ആയിരുന്നു കാണാൻ. പക്ഷെ അതും പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലം ഒരു ലോജിക്കും ഇല്ലാത്ത സ്ഥലത്തായിരുന്നു പ്ലേസ് ചെയ്തേക്കുന്നത്. ആ ഒരു ഡാൻസ് പോലത്തെ സംഭവം. ഹൊറർ നോക്കുകയാണെങ്കിൽ ഊളപ്പടം. എനിക്ക് അതിൽ കൂടുതലൊന്നും ഈ ഒരു പടത്തിനെ കുറിച്ച് പറയാനില്ല. അതെല്ലാം പോട്ടെ, അവസാനം ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനി വെങ്കട് പ്രഭു ഒരു സംഭവം കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ക്ലോൺ പോലത്തെ ഒരു സംഭവം കാണിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അത് എന്ത് തേങ്ങയ്ക്കാണ് എടുത്ത് വെച്ചേക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ഇത്ര പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. കാര്യം എനിക്ക് ഈ ഒരു പടം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കണ്ടിരുന്നത് തന്നെ ഒരു വിധത്തിലായിരുന്നു. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വിജയുടെ ഫേസ് കുറച്ച് സീനിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഒന്ന് രണ്ട് കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ലോജിക്കായിട്ട് തോന്നി, നല്ലതായിരുന്നു. കാര്യം ഒന്ന് രണ്ട് സീൻ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി പിന്നെ കാണിക്കുന്ന വിജയുടെ ഫേസ് ഒക്കെ ഭയങ്കര ഒന്നത്തെ കാര്യം, പ്രായം ചെന്ന വിജയനെ കാണിച്ചേക്കുന്ന മുഖത്തെ കണ്ടൊക്കെ വെച്ച് എന്തൊരു അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. യങ് വിജയും കണക്കൊക്കെ ആയിരുന്നു. തളപതി വിസിസ് ഇളയ തളപതി എന്ത് തേങ്ങയാണോ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് കണ്ടിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പടം ഇഷ്ടപ്പെട്ട കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പറയുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ് തെറി ചോദിച്ച്.